എൻ്റെ പേര് എബിൻ. തെക്കൻ കേരളത്തിൽ ഒരു ഗ്രാമത്തിലുള്ളതാണ്. ഇപ്പോൾ പ്രായം 26. സംഭവം നടക്കുന്നത് എൻ്റെ 20ാമത്തെ വയസ്സിലാണ്. എനിക്ക് അങ്ങനെ സിക്സ് പാക്ക് ബോഡിയോ സൗന്ദര്യമോ ഒന്നുമില്ല. വെളുത്ത നിറം, ഇച്ചിരി പൊക്കവും ഉണ്ട്, അത്ര തന്നെ. സംഭവം നടക്കുമ്പോൾ ഞാൻ കുറച്ചുകൂടി ചെറുതായിരുന്നു. എൻജിനീയറിംഗ് 2ാം വർഷ വിദ്യാർത്ഥി. എന്നെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ കഥയിലേക്ക് പോവാം. എൻ്റെ മമ്മിയുടെ സഹോദരിയാണ് ഡെയ്സി ആൻറ്റി, ഏറ്റവും ഇളയ ആൾ. തൻ്റെ 35ാം വയസ്സിൽ വിധവയാകാൻ വിധിക്കപ്പെട്ടവൾ. അങ്കിളിന് ആൻറ്റിയേക്കാളും 10-15 വയസ്സ് കൂടുതലുണ്ടാവും. ഓട്ടോ ഡ്രൈവറായിരുന്നു. ഹൃദയാഘാതം മൂലം മരണപ്പെട്ടപ്പോൾ ആൻറ്റിക്കും മകനും അത് താങ്ങാതെല്ലാം അധികമായിരുന്നു. അങ്കിളിന് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വൈകിയാണ് കുഞ്ഞുണ്ടായത്. ഒരു മകൻ. അവന് അങ്കിൾ മരിക്കുമ്പോൾ 12 വയസ്സുണ്ടാകും. ഒരുപാട് ബുദ്ധിമുട്ടി തൊഴിലുറപ്പിനൊക്കെ പോയായിരുന്നു ആൻറ്റി വീട് മാനേജ് ചെയ്തിരുന്നത്. 1 ഏക്കറോളം വസ്തു സ്വന്തമായി ഉണ്ട്. അതിൽ റബ്ബർ കൃഷിയാണ്. അത് വെട്ടുന്നതും പാലെടുക്കുന്നതും ഷീറ്റ് അടിക്കുന്നതും ആൻറ്റി തന്നെ. അങ്കിളുടെ അഭാവം അതെല്ലാം ചെയ്യാൻ ആൻറ്റിയെ പ്രാപ്തമാക്കിയെന്ന് പറയാം. ഇനി രൂപഭംഗി ചെറുതായി ഒന്ന് പറയാം. വെളുത്ത നിറം, സാധാരണ സ്ത്രീകളെക്കാൾ പൊക്കമുണ്ട്. ഒരുപാട് മുടിയുണ്ട്, പക്ഷേ ചുരുണ്ടത്. എപ്പോഴും മുടി ആൻറ്റി കെട്ടിക്കൊണ്ടേ നടക്കും. മൊത്തത്തിൽ പറഞ്ഞാൽ കാണാൻ ഭംഗിയുള്ള ഒരു വീട്ടമ്മ. അതാണ് എൻ്റെ ഡെയ്സി ആൻറ്റി. പണ്ട് മുതലേ എന്നെ ആൻറ്റിക്ക് വലിയ ഇഷ്ടമാണ്. എനിക്കും അതുപോലെ തന്നെ. വീട്ടിൽ ഒരുവിധം എല്ലാ ദിവസവും ആൻറ്റി എന്നെ വിളിക്കാറുണ്ട്. ആൻറ്റി എപ്പോൾ വിളിച്ചാലും എന്നെ 2 ദിവസത്തേക്ക് വിടാൻ പറയും. പക്ഷേ ഞാൻ ഇതുവരെ പോയി നിന്നിട്ടില്ല. പണ്ട് അങ്കിളുള്ള സമയത്ത് എല്ലാവരും കൂടി ഒരു നൈറ്റ് അവിടെ സ്പെൻഡ് ചെയ്തിരുന്നു. ഒരു ദിവസം മകൻ പപ്പയുടെ ഫോണിൽ വിളിച്ച് കരഞ്ഞു പറഞ്ഞു. അവനെ കളിക്കാൻ ആരുമില്ലെന്നും എന്നെ വിടാമോ എന്നും വല്ലാത്ത രീതിയിൽ പറഞ്ഞപ്പോൾ പപ്പ പോവാൻ സമ്മതിച്ചു. എനിക്ക് സെം ലീവായിരുന്നു അപ്പോൾ. അങ്ങനെ ഞാൻ അന്ന് എനിക്കുള്ള ബൈക്കുമായി അവിടേക്ക് പോയി. എന്നെ കണ്ടതും അവൻ ഓടി വന്നു. അന്നു മുതൽ നടത്തവും കിടപ്പും കഴിപ്പുമെല്ലാം ഒന്നിച്ചായിരുന്നു. ചെന്നപ്പോൾ ആൻറ്റി ഉണ്ടായിരുന്നു അവിടെ. വീട് മുഴുവൻ വൃത്തിയാക്കുന്ന പരിപാടിയായിരുന്നു. ഞാനൊരു രീതിയിലും അവരെ അങ്ങനൊരു രീതിയിൽ കണ്ടിട്ടില്ല. എന്നെ കണ്ടതും എൻ്റെ അടുത്ത് വന്ന് ബാഗെടുത്ത് അവരെ കയ്യിൽ പിടിച്ചു. എടാ, എന്തൊക്കെയുണ്ടടാ വിശേഷം? ആൻറ്റി ചോദിച്ചു. ഏയ്, പ്രത്യേകിച്ചൊന്നുമില്ല ആൻറ്റി, അങ്ങനെ പോകുന്നു, ഞാൻ പറഞ്ഞു. നിനക്കിപ്പോൾ അങ്കിള് പോയ പിന്നെ ഒരു സ്നേഹവും ഇല്ല. എത്ര തവണ ഞാൻ നിന്നെ വിളിച്ചു ഒന്നിങ്ങോട്ട് വരാൻ വേണ്ടി. ഇവിടെ ഇവൻ ഒറ്റയ്ക്കല്ലേ, കുറച്ച് ദിവസം ഇവിടെ വന്ന് നിന്നൂടെ? നിൻ്റെ വീട് തന്നെയല്ലേ ഇതും? ആൻറ്റി കുറച്ച് ഗൗരവത്തോടെയാണ് അത് പറഞ്ഞത്. അതാൻറ്റി, ക്ലാസ്സും കാര്യങ്ങളൊക്കെ തിരക്കാം. ഇനിയും സമയമുണ്ടല്ലോ, എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാമല്ലോ എന്നും പറഞ്ഞ് ചിരിച്ച് ആൻറ്റി അപ്പോൾ അത് കേട്ട് കൂളായി. ആ പോട്ടെ, വല്ലതും കഴിച്ചിട്ടാണോ വന്നത്? സമയം 3 ആകാറായിരുന്നു. ഞാനാണെങ്കിൽ ഊണ് കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയത്. അതെ ആൻറ്റി, ഞാൻ കഴിച്ചു. അല്ല, ഇന്നെന്താ ഇവിടെ സ്പെഷ്യൽ? ഞാൻ ചോദിച്ചു. ഉച്ചയ്ക്ക് മീൻകറി ഉണ്ടായിരുന്നു. ഞായറാഴ്ച വാങ്ങിയ ബീഫ് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്. ഞാൻ രാത്രിയിലേക്ക് അതുണ്ടാക്കാടാ, ആൻറ്റി പറഞ്ഞു. ആ, എന്നാൽ പിന്നെ പൊറോട്ട ആയാലോ? ബീഫ് കറിയും പൊറോട്ടയും നല്ലതല്ലേ ആൻറ്റി? അപ്പോഴേക്കും ജെയ്സൺ, ആ അത് മതി അമ്മേ, അത് മതി എന്നും പറഞ്ഞ് തുള്ളി ചാടാൻ തുടങ്ങി. എന്നാ നൈറ്റ് നീ പോയി വാങ്ങി വാ, എനിക്ക് അത് ഉണ്ടാക്കാൻ അറിയില്ല. നമുക്ക് ഇന്ന് തന്നെ അത് കഴിക്കാം, ആൻറ്റി പറഞ്ഞു. എനിക്കത് ഉണ്ടാക്കാൻ അറിയാം എന്നുള്ളത് കൊണ്ട് ഞാൻ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. വീട്ടിലിടയ്ക്കിടയ്ക്ക് പപ്പ ഉണ്ടാക്കുമ്പോൾ വീശിയെടുക്കാൻ എന്നെ പപ്പ പഠിപ്പിച്ചിരുന്നു. അങ്ങനെ മൈദയും മറ്റും വാങ്ങാൻ ഞാൻ കടയിൽ പോയി. അവിടുത്തെ ചിലവിനുള്ള കാശ് വീട്ടിൽ നിന്നും തന്നിരുന്നു. കൂടാതെ എൻ്റെ കയ്യിൽ വേറെയും ക്യാഷ് ഉണ്ടായിരുന്നു. ഞാനും ജെയ്സണും കൂടി ഷോപ്പിൽ പോകാൻ തീരുമാനിച്ചു. ആൻഡ് തന്ന ലിസ്റ്റ് കൂടാതെ അവനെ കഴിക്കാൻ കോഴി വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു കോഴിയും ക്ലീൻ ചെയ്ത് വാങ്ങി. വീട്ടിലെത്തി പരിപാടി സ്റ്റാർട്ട് ചെയ്തു. കുഴച്ചു തരുന്ന ഉത്തരവാദിത്തം ആൻറ്റി ഏറ്റെടുത്തു.
തറയിലിരുന്ന് ആ അണ്ടാവ് പോലുള്ള പാത്രത്തിൽ ആൻറ്റി കുഴയ്ക്കാൻ തുടങ്ങി. വെള്ളമൊഴിച്ച് പാകം ഞാൻ ചെക്ക് ചെയ്തു. മകൻ ഓൾ ഇൻ ഓളായി തന്നെ കൂടെയുണ്ട്. പഴയ ബ്ലൂ കളർ മാക്സി ആയിരുന്നു ആൻറ്റിയുടെ വേഷം. കുഴയ്ക്കുമ്പോൾ എല്ലാം നന്നായി കാണുന്നുമുണ്ട്. പക്ഷെ എന്നെ നെട്ടിച്ചത് വേറൊന്നായിരുന്നു. ഞാൻ നോക്കുന്നത് ആൻറ്റി മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചു നേരം നോട്ടം പിൻവലിച്ചു. എന്നാലും ഇടക്കിടക്കൊക്കെ ഞാൻ നോക്കും. ഞങ്ങൾ സംസാരിച്ചും തമാശകൾ പറഞ്ഞു ഒരടുപ്പം ബിൽഡ് ചെയ്തു. കുഴച്ച് ഉരുട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ആൻറ്റി അടുത്തത് കറി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അവിടെ അടുക്കളയിലിരുന്ന് ഒരു കസേരയിൽ ഞാൻ ഇരുന്നു. അവനും അടുത്ത് തന്നെ വന്നിരുന്നു. ആൻറ്റി കറി കരിയുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ആൻറ്റി എന്നെ നോക്കുന്നുമുണ്ട്. ചെറുതായി ചിരിക്കുന്ന പോലെയും തോന്നി. ആൻറ്റി വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാൻ തുടങ്ങി. സഹോദരങ്ങളാരും ഇപ്പോൾ തിരിഞ്ഞു നോക്കാറില്ലെന്നും അവിടെയുള്ള അങ്കിളുടെ ബന്ധുക്കൾ വസ്തുതർക്കമായി എപ്പോഴും ആൻറ്റിയോട് മിണ്ടാറില്ലെന്നും അവരുടെ കുഞ്ഞുങ്ങൾ പോലും അവരോട് നന്നായി മിണ്ടുകയോ കളിക്കാൻ വിളിക്കുകയോ ചെയ്യത്തില്ലെന്നുമുള്ള പരാതികൾ ആൻറ്റി പറയാൻ തുടങ്ങി. എന്നാൽ ഞങ്ങൾ കുറച്ചു നേരം കളിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് മുറ്റത്ത് പോയി ഞങ്ങൾ പന്ത് തട്ടിക്കളിക്കാൻ തുടങ്ങി. ഇത് കണ്ട് അടുത്ത വീട്ടിലെ കുഞ്ഞുങ്ങൾ കൂടി അതിൽ പങ്കെടുത്തു. ആ മുറ്റത്ത് ഒരു ബഹളമായി മാറി. ഞാൻ പതിയെ അവിടുന്ന് മാറി ആൻറ്റിയുടെ അടുത്ത് വന്നു. അവനപ്പോഴും കളിക്കാണ്. ആൻറ്റി കറി ഉണ്ടാക്കുമായിരുന്നു. എല്ലാം വയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആൻറ്റിയുടെ തോളിൽ കൂടി തലയിട്ട് എത്തി നോക്കി. ഇതുവരെ അങ്ങനെ ഞാൻ ചെയ്യാൻ മുതിർന്നിട്ടില്ല. എനിക്കൊരു ചെറിയ പേടി ഉണ്ടായിരുന്നെങ്കിലും ഞാൻ അങ്ങനെ തന്നെ നിന്നു. ആ സമയം ആൻറ്റി മകനെക്കുറിച്ച് തിരക്കി. അവനപ്പുറത്ത് നന്നായി ബോളടിച്ച് കളിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. നീയും കളിക്കുമായിരുന്നില്ലേ എന്ന് ചിരിയോടെ ആൻറ്റി ചോദിച്ചു. അതിന് ഞാനിപ്പോൾ കളിക്കുന്നില്ലല്ലോ, കറി നോക്കുമല്ലേ എന്ന് പറഞ്ഞു. അവൻ പെട്ടെന്ന് വെള്ളം കുടിക്കാൻ കയറി വന്നു. അവൻ കിടന്ന് ചാടി വിയർത്തതിൽ ആൻറ്റിയുടെ കയ്യിൽ നിന്നും വഴക്ക് കേട്ട് അവൻ വീണ്ടും ഇറങ്ങിപ്പോയി. ഞാൻ കസേരയിൽ തിരിച്ചു വന്നിരുന്നു. ഞാൻ കുഴച്ചു വെച്ച മൈദ ഒന്ന് നെക്കി നോക്കി. ആൻറ്റി, ഇതിപ്പോൾ പൊങ്ങി വരുന്നുണ്ട്, പാകമായെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. പൊങ്ങുന്നത് നല്ലതാടാ, പൊങ്ങട്ടെ എന്നും പറഞ്ഞ് ആൻറ്റി ചിരിച്ചു. എനിക്ക് കറക്റ്റായി അത് മനസ്സിലായില്ല. അങ്ങനെ ചെറിയ ബോളാക്കി പൊറോട്ട വീശാൻ തുടങ്ങി. ഉണ്ടാക്കാവുന്ന ഉത്തരവാദിത്തം ആൻറ്റി ഏറ്റെടുത്തു. അങ്ങനെ ഒരുവിധം എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. ചെറിയ ചെറിയ നോട്ടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടക്കിടക്ക് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും 7 മണി കഴിഞ്ഞിരുന്നു. തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവനും കയറി വന്നു. ആൻറ്റി അവനെ വഴക്ക് പറഞ്ഞ് കുളിക്കാൻ പറഞ്ഞു വിട്ടു. ഞങ്ങൾ രണ്ടുപേരും നന്നായി വിയർത്ത് കുളിച്ചിരുന്നു. എൻ്റെ കുളി കഴിഞ്ഞ് ആൻറ്റിയും ഫ്രഷ് ആകാൻ കയറി. 8 മണി കഴിഞ്ഞ പാടെ കഴിക്കാനെടുത്തു. എന്തോ ഉണ്ടാക്കിയത് കൊണ്ടാണെന്ന് അറിയില്ല, കഴിക്കാൻ തോന്നുന്നില്ല. കഴിച്ചു. ഒരുപാടല്ല, കുറച്ച്. അവൻ വളരെ ഹാപ്പിയാണ്. ഫോണൊക്കെ നോക്കി 11 മണി കഴിഞ്ഞപ്പോൾ ഉറങ്ങാൻ പോയി. ഞാൻ ഉറങ്ങുന്ന സമയമായിട്ടില്ലെങ്കിലും അവൻ ഉറങ്ങുന്ന സമയം അതായിരുന്നു. 3 മുറികൾ അവിടെ ഉണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ എല്ലാവരും ഒരു മുറിയിൽ തന്നെയാണ് കിടക്കുന്നത്. 2 കട്ടിൽ 2 സൈഡിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഞാനൊരു കട്ടിലിലും അവർ രണ്ടുപേരും അപ്പുറത്തുമാണ് കിടക്കുന്നത്. ലൈറ്റ് ഓഫ് ചെയ്തു. എനിക്ക് ഉറങ്ങാനേ പറ്റുന്നില്ല. അരണ്ട വെളിച്ചം മുറിയിൽ നിറഞ്ഞു കാണാം. അപ്പോൾ ആൻറ്റിയുടെ ശബ്ദം വരുന്നു. മോനെ, നീ ഉറങ്ങിയോടാ? ഇല്ല ആൻറ്റി, പതിഞ്ഞ ശബ്ദത്തിൽ ഞാൻ മറുപടി പറഞ്ഞു. ആൻറ്റിയെ കാണാൻ കൊള്ളാമോടാ? ചെറിയ സ്വരത്തിൽ ആൻറ്റി ചോദിച്ചു. അതെന്താ ആൻറ്റി അങ്ങനൊരു ചോദ്യം? ആൻറ്റി അടിപൊളിയല്ലേ? ആൻറ്റി പതിയെ ചിരിക്കുന്നതായി എനിക്ക് തോന്നി. ഞങ്ങൾ കിടക്കുന്ന കട്ടുകൾക്കിടയിൽ ഒരാൾക്ക് നടക്കാൻ പറ്റുന്ന സ്ഥലം മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ആരുമില്ലടാ, ആൻറ്റി പറഞ്ഞു. ആൻറ്റിക്ക് ഞാനില്ലേ? ഞാൻ ആൻറ്റിയോട് പറഞ്ഞു. ആ സമയം ആൻറ്റി എൻ്റെ മുഖത്തിന് നേരെ നോക്കി. സാരില്ല ആൻറ്റി, ആൻറ്റിക്ക് ഞാനുണ്ട്. ആൻറ്റി തിരിഞ്ഞ് മോൻ ഉറങ്ങിയോ എന്ന് നോക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നിട്ട് ആൻറ്റി എൻ്റെ അടുത്ത് വന്നിട്ട് വീണ്ടും പറഞ്ഞു, എടാ, നീ ഞങ്ങളുടെ കൂടെ ഇനി എപ്പോഴും വേണം. ആൻറ്റി അത്
എന്തുദ്ദേശത്തിലാണ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഞാൻ ആൻറ്റിയോട് തിരിച്ചു പറഞ്ഞു, ആൻറ്റി വിഷമിക്കണ്ട. ഇനി ആൻറ്റിയുടെ ഏതാവശ്യത്തിനും ഏത് നേരത്തും ഈ ഞാനുണ്ടാകും. അത് കേട്ട് ആൻറ്റി എൻ്റെ കണ്ണിലേക്ക് തന്നെ നോക്കി. എടാ, നീ പറയുന്നത് സത്യമാണോ? അതെ ആൻറ്റി. ഇനി ആൻറ്റിയുടെ ഏതാഗ്രഹത്തിനും ഞാൻ ഒപ്പം ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അതുപോലെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നിങ്ങൾക്ക് വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുക.